ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 40. ക്രിസ്തു മനുഷ്യനായി അവതരിക്കുകയും രക്ഷയെ സമ്പാദിച്ച് തൻ്റെ സാരോപദേശങ്ങൾ നൽകി അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ആ നന്മകളെ പ്രത്യക്ഷമായും കൂടുതൽ മഹത്വമായും അതിവിപുലമായും യഹൂദന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കുമായിട്ട് നൽകുമെന്നുള്ളതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികൾക്കത് ഒരു അനുഭവ സിദ്ധമാകുന്നു. നോക്കൂ, യോഹന്നാൻ 7:37-39 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. അന്ന് യേശു തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ ഇത് 7-ാം ദിവസമാണ്. ലേവ്യപുസ്തകം 23:34 മുതൽ 43 വരെ നോക്കിക്കാണുക. 40ാമത്തെ വാക്യം അനുസരിച്ച് അന്ന് ഈന്തപ്പനയുടെ കുരുത്തോല വഹിച്ചുകൊണ്ടാണ് ആളുകൾ ദേവാലയത്തിൽ പോന്നിരുന്നത്. ഇവിടെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ നാം യേശുവിൽ നിന്നും കുടിച്ച് സംതൃപ്തി അടഞ്ഞാൽ പിന്നെ നമ്മിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ മറ്റുള്ളവരിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ്. അതുപോലെ കുടിക്കട്ടെ എന്ന വാക്കിൻ്റെ ആശയം 37ാം വാക്യത്തിൽ നിരന്തരമായി കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് തന്നെയാണ്. എങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നിരന്തരമായി നമ്മിൽ നിന്നും ജീവജലം ഒഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ. ക്രിസ്തീയ ജീവിതം പ്രത്യുത വൈദ്യുതി നിലയത്തോട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന കമ്പികളിൽ കൂടി ആവശ്യക്കാരന് വൈദ്യുതി നിരന്തരമായി ലഭിക്കുന്നത് പോലെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിൽ ഉപരിക്കത്തക്കവണ്ണം ഒരിക്കലായി പ്രാപിക്കാവുന്ന ഒരു പ്രത്യേക അനുഭവമല്ല ഇതെന്ന് ഓർപ്പിക്കുന്നു. കൂടാതെ ക്രിസ്തു ശിഷ്യന്മാർക്ക് പെന്തക്കോസ്ത് നാളിൽ ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവജല നദികൾ ഒഴുകും എന്ന് പറഞ്ഞത്. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം താൻ വാഗ്ദത്തം ചെയ്തിരുന്ന ആത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വിശേഷദാനങ്ങളും സാധാരണ ദാനങ്ങളും ഏറ്റവും മഹത്വകരമായി പ്രകാശിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന നിലയിലും പണ്ഡിത അഭിപ്രായമുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണമാണ്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് ശിഷ്യന്മാർക്ക് താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന് അരുളി ചെയ്തത് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവചന നിവൃത്തിയാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് ഈ പ്രധാന സംഭവം ഉണ്ടായത്. പെന്തക്കോസ്ത് എന്ന ഗ്രീക്ക് വാക്കിന് 50ാമത്തെ എന്നാണ് അർത്ഥം. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ പഴയ നിയമത്തിലെ വാരോത്സവത്തിന് ഈ പേര് നൽകിയിരുന്നു. കാണുക പുറപ്പാട് 34:22. പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50ാം ദിവസമാണ് ഈ പെരുന്നാൾ വരുന്നത്. ആവർത്തനം 16:9 നോക്കുക. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിൻ്റെ 50ാം ദിവസമാണ് പരിശുദ്ധാത്മാവരോഹണം നടന്നത്. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയതിൻ്റെ വാർഷിക ദിനത്തിനായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ചു പോകുന്നത്. ന്യായപ്രമാണം നൽകിയപ്പോൾ വലിയ ശബ്ദവും തീയും പ്രത്യക്ഷപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആരോഹണത്തിനും വലിയ ശബ്ദവും അഗ്നിയും പ്രത്യക്ഷമായി. എന്നാൽ യേശുവിൻ്റെ സ്നാനസമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ വളരെ ശാന്തമായിട്ടായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ 120 പേരുള്ള ആ സംഘം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദത്തോടെയാണ് പരിശുദ്ധാത്മ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അത്ഭുതകരമായ നിലയിൽ അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേലും പതിയുകയും ചെയ്യുകയുണ്ടായി. നാവുകൾ സംസാരത്തെയും അഗ്നി സുവിശേഷത്തിൻ്റെ ദഹിപ്പിക്കുന്ന ശക്തിയെയും സൂചിപ്പിക്കുന്നു.